ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ ആരും. ഇപ്പൊ ഞങ്ങൾ അംഗീകരിച്ചല്ലോ. ഞങ്ങൾ ഇത്രയും നാള് ഇത് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ആരൊന്നും ഇല്ലാത്തോണ്ടല്ല, ഇപ്പൊ കിറ്റ് വാങ്ങിക്കാനുള്ള കഴിവ് ഉണ്ട്. എങ്കിലും ഈ ഒരു നല്ല സന്ദർഭത്തില് ഞങ്ങളെയും അവര് ഓർത്ത് അംഗീകരിച്ചില്ല. സന്തോഷം. സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. എല്ലാ തവണ ഓണക്കോടി വാങ്ങാറുണ്ടോ? ഇല്ല, അങ്ങനെ വാങ്ങിക്കില്ല. അമ്മക്ക് വാങ്ങിക്കാനുള്ള ഇത് സന്തോഷമുണ്ട്. നല്ല ആദ്യമായിട്ട് ഒരു ഓണക്കോടി കിട്ടി. ആദ്യമായിട്ടാണ്. എത്ര കാലമായി കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നു? നമ്മള് 10-14 വർഷം കൊണ്ട് ചെയ്യും. നമ്മള് 10-16 വർഷം വരാണ്. ആദ്യമായിട്ടാണ് ആദ്യമായിട്ട്. ഇങ്ങനെയൊന്നും ഇല്ല ഇല്ല ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ്. സാരിയുണ്ട്, ബാക്കിക്കുള്ള സാധനങ്ങളുണ്ട്. ഇത് ഏത് വകയിൽ? 4000 ജീവനക്കാർക്കും 101 കൗൺസിലർമാർക്കും ഓണക്കിറ്റ് ഓണക്കോടി കൊടുത്തിട്ടുണ്ട്. കോർപ്പറേഷന്റെ തുകയൊന്നും തന്നെ ചെലവഴിക്കാതെ മറ്റുള്ള പലതരം പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിക്കാതെ സന്തോഷമായി. ഹാപ്പി ഓണായി. വി രാജേഷിന് ഈ ഒരു ഐഡിയ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഐഡിയ ആയിരിക്കും, സൂപ്പർ ആയിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ കാണാത്ത തരത്തിലൊരു ഓണാഘോഷമാണ് ഇത്തവണ മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ട്, എന്തിനേറെ പറയുന്നു, മാധ്യമ പ്രവർത്തകർക്കടക്കം ഓണസമ്മാനം തയ്യാറാക്കിക്കൊണ്ട് ഒരു വ്യത്യസ്ത തരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. ആ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് മേയർ കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപീകരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഓണക്കിറ്റ് നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന സ്ഥലത്താണ്. അതിന്റെ ഒരു തിരക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. ഇതൊക്കെ തന്നെ ഓരോരുത്തരും തിരുവനന്തപുരം കോർപ്പറേഷനിലുമായി ചെറുതും വലുതുമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ്. ഓരോ ആളുകൾക്കും പ്രത്യേകതരം സോണുകൾ തിരിച്ചുകൊണ്ടാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. സ്ത്രീകൾക്ക് സാരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പുരുഷന്മാർക്ക് മുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വീട്ടിലേക്ക് അത്യാവശ്യപ്പെട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കിറ്റ്, അതാണ് ഇവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ജനക്കൂട്ടം ഇപ്പോൾ തന്നെയുണ്ട്. വലിയ രീതിയിലുള്ള ആവേശത്തോടെയുള്ള ഒരു സ്വീകാര്യത തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം ഒരു പദ്ധതിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ ജനക്കൂട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ അവരെങ്ങനെയാണ് ഇതിനൊക്കെ നോക്കി കാണുന്നത് എന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഓണക്കിറ്റ് മേടിച്ചോ? എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. എല്ലാ തവണ ഓണക്കോടിയൊക്കെ വാങ്ങിക്കാറുണ്ടോ? ഇത്തവണ അത് കോർപ്പറേഷന്റെ വകയാണ്. ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു? എന്തെങ്കിലും ചെയ്യുമെന്നുള്ള മാറ്റം ഉണ്ടെന്നുള്ള നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യണം? ഞാൻ 4 വർഷമായി ഹരിതകർമ്മസേനയിൽ. ഞാൻ കുറെ ആളോട് ചോദിച്ചപ്പോ ചിലരൊക്കെ പറയുന്നത് ഞങ്ങളെ ആരും പരിഗണിക്കാറില്ലായിരുന്നു എന്നുള്ളൊരു രീതിയില്. പക്ഷെ ഇത്തവണ മേയർ എല്ലാവരെയും പരിഗണിച്ച സന്തോഷമുണ്ട്. അങ്ങനെ ഒരു പരിഗണന പ്രതീക്ഷിച്ചിരുന്നോ എപ്പോഴെങ്കിലും? പ്രതീക്ഷിച്ചില്ല, ഇതാദ്യമായിട്ടാണ്. ആഗ്രഹിച്ചിരുന്നോ അങ്ങനെ ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിച്ചിരുന്നു? ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹങ്ങളൊക്കെ മേയർ ഇപ്പൊ സാധ്യമാക്കി തന്നിരിക്കുകയാണ്. സന്തോഷം. അമ്മ എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഭയങ്കര തിരക്കായിരിക്കണം മോളെ, എന്ത് പറയാനാ. നല്ല തിരക്കുണ്ട്, നിക്കാൻ പറ്റുന്നില്ല. പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ഇല്ല. സന്തോഷാണോ? നമ്മള് 10-16 വർഷം വരാണ്. ആദ്യമായിട്ടാണ് ആദ്യമായിട്ട്. ഇല്ല ഇല്ല ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ്. ചേച്ചി ഓണക്കോടി തലയിലൊക്കെ വെച്ചിട്ടാണ് എന്ത് തോന്നുന്നു ഈ സമയത്ത്? സന്തോഷമുണ്ട്. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. എല്ലാ തവണ ഓണക്കോടി വാങ്ങാറുണ്ടോ? ഇല്ല, അങ്ങനെ വാങ്ങിക്കില്ല. അമ്മക്ക് വാങ്ങിക്കാനുള്ള ഇത് സന്തോഷമുണ്ട്. നല്ല ആദ്യമായിട്ട് ഒരു ഓണക്കോടി കിട്ടി. ആദ്യമായിട്ടാണ്. എത്ര കാലമായി കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നു? നമ്മള് 10-14 വർഷം കൊണ്ട് ചെയ്യും. അപ്പൊ ഇത്രയും കാലം ഇല്ലാത്തൊരു രീതിയല്ലേ ഇപ്പൊ? അതെ അതെ അതെ. ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു? സന്തോഷം. വിചാരിച്ചാക്കാത്ത മാറ്റം. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യണം? 15 വർഷം. 15 വർഷത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ? അപ്പൊ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവണം. ഇങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? വളരെ സന്തോഷമാണ്. ഇത്തവണത്തെ ഓണം ഒരു വ്യത്യസ്ത ഓണാണല്ലോ. എങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരാൻ തോന്നി? അല്ല, കോർപ്പറേഷന്റെ ജീവനക്കാരനെ ഒറ്റക്കെട്ടായിട്ട് നന്നായിട്ട്
പ്രവർത്തിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓണത്തിന് അവർക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ സഹായിക്കണമെന്ന് ആലോചിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ഓണക്കിറ്റ് ഓണക്കോടി കൊടുക്കുന്നത്. 4000 ജീവനക്കാർക്കും 101 കൗൺസിലർമാർക്കും ഓണക്കിറ്റ് ഓണക്കോടി കൊടുക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ തുകയൊന്നും തന്നെ ചെലവഴിക്കാതെ മറ്റുള്ള പലതരം സ്പോൺസർഷിപ്പ് കണ്ടെത്തിയാണ് നിലവില് ഇത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വിമർശനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഇത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വിമർശനങ്ങൾ വന്നു തുടങ്ങി. അല്ല, അതൊന്നും പ്രശ്നമല്ല. അത് ഞങ്ങൾ ചെയ്യുന്നത് ശരിയായതുകൊണ്ട് അത് ചെയ്തു പോകും. വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. നല്ല സന്തോഷം. ഓണാശംസകൾ. അമ്മ കിറ്റ് കിട്ടിയോ? കിട്ടി കിട്ടി എന്തൊക്കെ ഉണ്ട് നോക്കിയായിരുന്നോ? നോക്കില്ല. സാരിയുണ്ട്, പിന്നെ ബാക്കിക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് ഏത് വകയിലുള്ള കിറ്റാ? എങ്ങനെയാണ് കിറ്റ് കിട്ടിയത്? ജോലി ചെയ്യുന്നുണ്ട് അവിടെ? മണക്കാട് സർക്കിൾ. എന്ത് തോന്നുന്നു? ഇതുവരെ കിട്ടാത്ത, ഇതുവരെ കാണാത്ത ഒരു രീതിയല്ലേ? എങ്ങനെയുണ്ട് ഇത്തവണ തോണം? സന്തോഷമുണ്ട്. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാതെ സന്തോഷമായി. ഹാപ്പി ഓണായി. വിവി രാജേഷിന്റെ ഈ ഒരു ഐഡിയ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. നല്ല ഐഡിയ ആയിരിക്കും. സൂപ്പർ ആയിരിക്കും. പ്രതീക്ഷിക്കാത്ത ഒരു ഓണക്കോടിയാണ് ഇപ്രാവശ്യം കിട്ടിയത്. അതിൽ വളരെ സന്തോഷം. ചേച്ചി എന്ത് തോന്നുന്നു? അടിപൊളി സൂപ്പർ ഓണം ഇത്തവണത്തെ 2026 ഞങ്ങളെ ഓണം സൂപ്പർ ഓണം. എത്ര കാലമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ബന്ധപ്പെട്ട്? 18 വർഷമായി. 18 വർഷം. എന്തെങ്കിലും ഇതുപോലത്തെ കണ്ടിരുന്നോ? ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല, കിട്ടിയിട്ടുമില്ല. മാറ്റം ഉണ്ടോ? മാറ്റം, നല്ല മാറ്റമുണ്ട്. സന്തോഷം. ഇന്നത്തെ സദ്യയും സൂപ്പറായിരുന്നു. കിട്ടി കിട്ടി. എന്ത് തോന്നുന്നു? സന്തോഷം. വളരെ സന്തോഷം. സന്തോഷം. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. മാറ്റം ഉണ്ടായോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ? മാറ്റം ഉണ്ടായി. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യണം? ഞാൻ 15 വർഷം 12 വർഷമായി. ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ഒരു പരിഗണന കിട്ടിയിരുന്നു? ഇങ്ങനെ ഒരു പരിഗണന കിട്ടിയിട്ടില്ലായിരുന്നു. ഇങ്ങനെ പരിഗണന എന്ന് വെച്ച് ഇങ്ങനെ ഒരു കിറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ഓണത്തിന് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഓണത്തിനൊരു സന്തോഷമാണ്. ഒരു സന്തോഷമാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് മേയർ കെയറിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നൽകുന്ന ഓണക്കിറ്റ് വിതരണ സോണിലാണ്. ഇവിടെ ഈ പറയുന്നത് പോലെ ഇത്ര വലിയൊരു ജനാവലി കാണുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വന്നത് ഒന്നും വാങ്ങാൻ കഴിവില്ല എന്നതിനേക്കാൾ ഉപരി അതല്ല പ്രശ്നം, പരിഗണിക്കപ്പെടാതെ പോയവരാണ് എന്നുള്ള ഏറ്റവും വലിയ സങ്കടമാണ് അവർക്കുണ്ടായിരുന്നത്. പലരും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മളോടിപ്പോ പ്രതികരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണ ഓണം? ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ചേച്ചി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. സന്തോഷമായോ? സന്തോഷം. എത്ര കാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നു? 10 വർഷം. 10 വർഷമായി. 10 വർഷത്തിൽ ആദ്യമായിട്ടാണോ? എങ്ങനെയാണ്? സന്തോഷമുണ്ട് അതിന്. മാറ്റം ഉണ്ടോ? അപ്പോ മാറ്റമുണ്ട്. ഒരുപാട് മാറ്റം. ചേച്ചി എന്ത് തോന്നുന്നു? സന്തോഷം. നമുക്കിത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സന്തോഷം. ചേച്ചി എന്ത് തോന്നുന്നു? എന്താണ് ഇത്തവണ ഓണം എക്സ്പീരിയൻസ്? സന്തോഷം തോന്നുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ അംഗീകരിച്ചല്ലോ. അംഗീകരിച്ചില്ലാന്ന് തോന്നിയിരുന്നോ പണ്ട്? തോന്നിയിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒരു സഭയില് ഞങ്ങൾ ഇത്രയും നാള് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. സന്തോഷം തോന്നുന്നു എന്ന് പറയുമ്പോ കണ്ണ് നിറയുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അതായത് എത്ര വർഷമായി ചേച്ചി ജോലി? 20 വർഷം. 20 വർഷമായിട്ട് പരിഗണിക്കപ്പെടാതെ പോയവരാണ് ഞങ്ങൾ എന്നുള്ള സന്തോഷം, ആ ഒരു സങ്കടം ഇപ്പൊ സന്തോഷ കണ്ണീരായി മാറിയിരിക്കുകയാണ്. ഇതാണ് ഇത്തവണത്തെ ഓണം. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലേ? ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ ഓണം. നമുക്ക് ആഹാരമൊന്നും ഇല്ലാത്തോണ്ടല്ല, ഇപ്പൊ കിറ്റ് വാങ്ങിക്കാനുള്ള കഴിവ് ഉണ്ട്. എങ്കിലും ഈ ഒരു നല്ല സന്ദർഭത്തില് ഞങ്ങളെയും അവര് ഓർത്ത് പരിഗണിച്ചതിൽ സന്തോഷം. എന്നാലും ഇത്തവണത്തെ ഓണം ഒരു വ്യത്യസ്ത ഓണമാണ്. ചേച്ചി എങ്ങനെയുണ്ട്? ഓണം അടിച്ചു പൊളിക്കുന്നില്ല. ഇങ്ങനെ ഒരു സന്തോഷം പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ഇല്ല. എത്ര കാലം ഇവിടെ ജോലി ചെയ്യണം? ഞങ്ങള് 3 വർഷം. 4.5 കഴിഞ്ഞു. എങ്ങനെയുണ്ട് ചേച്ചി? കുഴപ്പമില്ല. മാറ്റമുണ്ടോ ഇത്തവണ? മാറ്റമുണ്ട്. കിറ്റ് ഒക്കെ കിട്ടയല്ലേ, അതുകൊണ്ടൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സദ്യയായിരുന്നു, ഇപ്പോഴും കിറ്റ് കിട്ടില്ല. ഓണക്കോടിയുണ്ട്. എല്ലാം ഉണ്ട്. അതുകൊണ്ട് സന്തോഷം. അമ്മ ഇത്തവണത്തെ ഓണക്കോടി കോർപ്പറേഷന്റെ വകയാണ്. എന്ത് തോന്നുന്നു? കൊള്ളാം. അടിപൊളി. ചേച്ചി എന്ത് തോന്നുന്നു? കിട്ടിയില്ല. ഞങ്ങള് വരിക്ക് നിൽക്കുന്നത് ഒട്ടും കിട്ടുമായിട്ടല്ല. സൂപ്പറാണ്. നല്ലത് തന്നെ. എന്നാലും ചെയ്യുന്നുണ്ടല്ലോ. അത് പ്രതീക്ഷിച്ചിരുന്നോ?
പ്രതീക്ഷിച്ചില്ല, എന്നാലും പ്രതീക്ഷിച്ചിരുന്നു. ഓരോരുത്തർ പറഞ്ഞത് കേട്ട്, എന്നാലും ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. മറ്റേ ഒരു മാറ്റം വന്നു.